1986 നടന്ന ഒരു കൊലപാതകത്തിന്റെ ഉത്തരവാദി താനാണെന്ന കുറ്റസമ്മതവുമായി മലപ്പുറം വേങ്ങര സ്വദേശി പോലീസിന് മുന്നിലെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഇത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയുമായിരുന്നു. അതിന് പിന്നാലെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന മൊഴിയാണ് മുഹമ്മദ് അലി എന്ന ഈ പ്രതി നൽകിയിരിക്കുന്നത്. മുഹമ്മദ് അലി മറ്റൊരു കൊലപാതകം കൂടി നടത്തിയെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. വെള്ളയിൽ ബീച്ചിൽ വെച്ച് 1989 ഒരാളെ കൊലപ്പെടുത്തിയെന്നാണ് മുഹമ്മദ് അലി പറയുന്നത്. ഇതോടെ 3 വർഷങ്ങൾക്കിടയിൽ 2 കൊലപാതകങ്ങൾ നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. 1989 കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ചാണ് രണ്ടാമത്തെ കൊലപാതകം നടത്തിയതെന്നാണ് മുഹമ്മദ് അലി പോലീസിനോട് വെളിപ്പെടുത്തിയത്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് തന്റെ പണം ഒരാൾ മോഷ്ടിച്ചുവെന്നും അയാളെ ബീച്ചിൽ വെച്ച് കണ്ടപ്പോൾ കഞ്ചാവ് ബാബു എന്നയാളുമൊത്ത് കൊലപ്പെടുത്തിയെന്നുമാണ് മൊഴി. കഞ്ചാവ് ബാബുവിനെ പിന്നീട് കണ്ടിട്ടില്ലെന്നും മുഹമ്മദ് അലി പറയുന്നുണ്ട്. ഈ വെളിപ്പെടുത്തൽ ശരിവെക്കുന്നത് സംബന്ധിച്ച പഴയകാല വാർത്തകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, അതേ വർഷം നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ബീച്ചിലെ കൊലപാതകത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 5-ാം തീയതിയാണ് മുഹമ്മദ് അലി വേങ്ങര പോലീസിന് മുൻപാകെ കീഴടങ്ങുന്നത്. 1986 തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചയാളെ ചവിട്ടിയെന്നും അയാൾ സമീപത്തെ തോട്ടിൽ വീണ് മരിച്ചുവെന്നുമായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. പോലീസ് പരിശോധനകൾ നടത്തിയെങ്കിലും ഒരു തെളിവും കിട്ടിയില്ല. പിന്നീട് പത്രവാർത്തകളിലൂടെ ലഭിച്ച സൂചനകൾ വെച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ടു പോയത്. ഇത്രയും വർഷമായതിനാൽ ഇതുവരെ ആരാണ് മരിച്ചതെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് 1989 കൊലപാതകത്തെക്കുറിച്ചും മുഹമ്മദ് അലി വെളിപ്പെടുത്തുന്നത്. കുറ്റകൃത്യം കഴിഞ്ഞ് വർഷമേറെ കഴിഞ്ഞതിനാലും മരിച്ചയാളുകളെ തിരിച്ചറിയാൻ സാധിക്കാത്തതുമാണ് പോലീസിന് തിരിച്ചടിയാകുന്നത്. സാഹചര്യങ്ങളും മൊഴികളും ഏറെക്കുറെ ശരിയായി വരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വെളിപ്പെടുത്തൽ നടത്തിയ മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്.